കോപത്തിൽ അടിപതറിയിരിക്കുകയാണ് യൂറോപ്പിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ ജർമ്മനി. റഷ്യയുമായി വലിയ സഹകരണത്തിലായിരുന്ന ജർമ്മനിയുടെ ഭാവം മാറിയതിന്റെ പിന്നിൽ നാറ്റോയുടെയും അമേരിക്കയുടെയും പങ്ക് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. നാറ്റോയെ പ്രീതിപ്പെടുത്താൻ ജർമ്മനി ചെയ്ത പലതും ഇപ്പോൾ ജർമ്മനിക്ക് തന്നെ തിരിച്ചടിയായിരിക്കുകയാണ്. റഷ്യക്കെതിരെ തന്ത്രം മെനയുന്ന അമേരിക്കയുടെയും നാറ്റോയുടെയും പക്ഷം പിടിക്കുന്നതോടെ ജർമ്മനി അറിയാതെ തന്നെ അതിന്റെ സാമ്പത്തിക പരാജയത്തിലേക്കുള്ള പാതയാണ് വെട്ടിയിരിക്കുന്നത്. അതിന്റെ സൂചനകൾ ഇതിനോടകം തന്നെ രാജ്യത്ത് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. എന്താണ് സംഭവം നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. രണ്ട് ലോക മഹായുദ്ധങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ജർമ്മനി തളർച്ചയുടെയും വളർച്ചയുടെയും കാലഘട്ടത്തിലൂടെ ഏകാധിപത്യത്തിന്റെയും വംശീയ വിദ്വേഷത്തിന്റെയും വേദിയും ഒക്കെ ആയിരുന്ന ജർമ്മനി പതിറ്റാണ്ടുകളായി ജർമ്മനിയെ യുദ്ധാനന്തര പ്രതിരോധത്തിന്റെ പ്രതിരൂപമായിട്ടാണ് ഇപ്പോൾ വിശേഷിച്ചു പോകുന്നത്. രണ്ട് ലോക മഹായുദ്ധങ്ങൾ തകർത്ത ജർമ്മനിയുടെ സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക മേഖലകളെ പുനരുജ്ജീവിപ്പിച്ച് യൂറോപ്പിലെ വലിയ ശക്തിയായിട്ടുള്ള പരിണാമം എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒന്നായിരുന്നു. തകർന്ന രാഷ്ട്രത്തിൽ നിന്ന് യൂറോപ്പിന്റെ സാമ്പത്തിക ശക്തിയായി എങ്ങനെ ഉയരാമെന്നതിന്റെ ഉജ്ജ്വലമായ ഉദാഹരണം ലോകത്തിന് കാഴ്ചവെച്ചത് ജർമ്മനി തന്നെയാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാനത്തെ അധ്യായമായ ജപ്പാനിലെ ഹിരോഷിമ നാഗസാക്കി അണുബോംബ് ആക്രമണവും അതിനുശേഷമുള്ള ജപ്പാന്റെ മടങ്ങിവരവും ഏറെ പ്രശംസനീയമാണ്. അതേപോലെ തന്നെ വാഴ്ത്തപ്പെടേണ്ട ജനത തന്നെയാണ് ജർമ്മനിയിലേതും. ദീർഘവീക്ഷണവും തന്ത്രപരമായ ആസൂത്രണവുമാണ് ജർമ്മനിയെ ഇന്നത്തെ തലത്തിൽ വളർത്തിയെടുത്തത്. യൂറോപ്പിലെ തന്നെ സാമ്പത്തികപരവും സൈനികപരവും സർവോപരി നയതന്ത്രപരവുമായി മുന്നിൽ നിൽക്കുന്ന രാഷ്ട്രം ഏതാണെന്ന ചോദ്യത്തിന് ഇന്ന് ഒരു മറുപടിയേ നമുക്കുള്ളൂ. അത് ജർമ്മനി എന്ന് തന്നെയാണ്. ഇത്തരമൊരു സ്ഥാനത്തേക്ക് നേരം വെളുത്തപ്പോഴേക്കും ജർമ്മനി എത്തപ്പെട്ടതല്ല. ലോകരാജ്യങ്ങളുടെ സംഭാവനയും സഹകരണവും അതിൽ എടുത്തു പറയേണ്ട ഒന്നാണ്. അതിൽ തന്നെ എടുത്തു പറയേണ്ടത് റഷ്യയുടെ ഊർജ്ജ വിതരണത്തെ കുറിച്ചാണ്. ജർമ്മനിക്ക് താങ്ങാനാകുന്ന വിലയിൽ ഊർജം കൈമാറിയ റഷ്യയും സ്വതന്ത്ര വ്യാപാരത്തിന് അവസരം നൽകിയ അമേരിക്കയും ജർമ്മനിയുടെ ഈ വളർച്ചയിൽ കൃത്യമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. കുറഞ്ഞ സൈനിക ചെലവും ജർമ്മനിയെ വളർത്തിയ ഘടകങ്ങളിൽ ഉൾപ്പെടുന്നു. എന്നാൽ അമേരിക്കയുടെ അപ്രമാദിത്വം നിലനിർത്താൻ വേണ്ടി ഉണ്ടാക്കിയ നാറ്റോയിൽ അംഗമായ ജർമ്മനി റഷ്യക്കെതിരെ ആയുധമെടുക്കുന്നതോടെ ഇത്രനാളും ഉണ്ടായിരുന്ന റഷ്യ ജർമ്മനി ബന്ധത്തിന് കൂടിയാണ് തിരശീല വീണത്. ഉക്രൈനുമായി കൂട്ടുകൂടാനും റഷ്യയുമായുള്ള ബന്ധം വിച്ഛേദിക്കാനുമുള്ള ജർമ്മനിയുടെ തീരുമാനം ആ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറയെ തന്നെ തകർക്കാൻ പോകുന്നതാണ് എന്ന് പറയാതെ വയ്യ. കഴിഞ്ഞ കുറച്ച് ദിവസത്തെ റിപ്പോർട്ടുകൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ തന്നെ യുദ്ധത്തിനുള്ള സജ്ജീകരണങ്ങൾ ആരംഭിച്ചു എന്ന് തന്നെയാണ്. ബൈഡൻ ഭരണകൂടം ഉക്രൈന് റഷ്യക്കെതിരെ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിക്കാൻ അനുവാദം നൽകിയതോടെയാണ് പ്രശ്നങ്ങൾ ഇത്രയൊക്കെ എത്തിയത്. ഇത് റഷ്യയെ വല്ലാതെ പ്രകോപിപ്പിക്കുകയും ആണവ നിയമം പോലും മാറ്റി എഴുതുകയും ചെയ്തിട്ടുണ്ട്. ഇതോടെ യൂറോപ്യൻ രാജ്യങ്ങളുടെ മേലെ ആണവ ഭീതിയും മുഴങ്ങിക്കേട്ടു. പല രാജ്യങ്ങളും ലഘുലേഖകൾ വിതരണം ചെയ്ത് പൗരന്മാരോട് യുദ്ധത്തിന് തയ്യാറാകാൻ വരെ പറഞ്ഞിട്ടുണ്ട്. അതായത് അത്രയും സംഘർഷഭരിതമായിരുന്നു ആ ഒരു സാഹചര്യം. നാറ്റോ സഖ്യത്തിലെ പ്രബല ശക്തികളായ ഫ്രാൻസ്, അതേപോലെ ഇറ്റലി, അതുപോലെ ജർമ്മനി, പോളണ്ട് എന്നീ രാജ്യങ്ങൾ കുറച്ചധിക ദിവസമായി യുദ്ധത്തിന് സജ്ജമായിക്കൊണ്ടേയിരിക്കുകയാണ്. റഷ്യ ഒരു ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ യുക്രൈനെതിരെ തൊടുത്ത കാര്യം നമ്മൾ അറിഞ്ഞതാണല്ലോ. അതിനുശേഷം യൂറോപ്യൻ രാജ്യങ്ങൾ അതീവ ജാഗ്രത ഈ വിഷയത്തിൽ പുലർത്തിയിട്ടുണ്ട്. അതായത് റഷ്യ എപ്പോൾ വേണമെങ്കിലും തിരിച്ചടിക്കുമെന്നും അല്ലെങ്കിൽ ആക്രമിക്കുമെന്ന ഭയം യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഉണ്ട്. നാറ്റോയെ സംബന്ധിച്ച് റഷ്യ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഒരു പ്രബലമായ രാജ്യം തന്നെയാണ്. പുതിയ ആയുധങ്ങളും വേണമെങ്കിൽ ആണവായുധം പോലും പ്രയോഗിക്കാൻ മടിയില്ലാതെ നിൽക്കുന്ന റഷ്യക്ക് മുന്നിൽ പ്രതിരോധം തീർക്കുക എന്നത് മാത്രമാണ് നാറ്റോയ്ക്ക് ചെയ്യാനുള്ളത്. മാത്രവുമല്ല, റഷ്യയുടെ ആക്രമണ തോത് വർദ്ധിപ്പിക്കുന്നതിൽ അമേരിക്കയും വലിയ സമ്മർദ്ദത്തിലാണുള്ളത്. ലോങ് റേഞ്ച് മിസൈലുകൾ പ്രയോഗിക്കാൻ ആരംഭിച്ച റഷ്യയുടെ യഥാർത്ഥ ലക്ഷ്യം ഇവിടെ ഉക്രൈൻ ആണെന്ന് നമുക്ക് കരുതാനാകില്ലല്ലോ. കാരണം ഉക്രൈനുമായിട്ടാണ് റഷ്യ നേരിട്ട് ഏറ്റുമുട്ടുന്നതെങ്കിൽ പോലും യുദ്ധം നടക്കുന്നത് റഷ്യയും നാറ്റോയും തമ്മിലാണ്. അതിൽ പ്രധാന സഖ്യകക്ഷിയായ അമേരിക്കയുമായിട്ടാണ്. മാത്രവുമല്ല, ജർമ്മനിയും പോളണ്ടും ഒക്കെ റഷ്യയുടെ ലിസ്റ്റിൽ ഉണ്ടെന്നും കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജർമ്മനിയുടെ കാര്യം കട്ടപ്പുകയാണ് എന്നതാണ് മറ്റൊരു കാര്യം. എങ്ങനെയായിരിക്കും റഷ്യയുടെ കോപം ജർമ്മനിയിൽ പതിക്കുക എന്നാണ് ഞാൻ ഇനി പറയുന്നത്. 2022 ഫെബ്രുവരിയിൽ ഉക്രൈനിലെ റഷ്യൻ അധിനിവേശം ആഭ്യന്തര വെല്ലുവിളികളുടെയും റഷ്യയുമായുള്ള ബന്ധത്തിന്റെയും കാര്യത്തിൽ ജർമ്മനിയെ ആഴത്തിൽ സ്വാധീനിച്ച ഒരു കാര്യം തന്നെയാണ്. യുദ്ധം ജിയോ പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പിനെ ഗണ്യമായി മാറ്റി എഴുതിയിട്ടുണ്ട്. അതിന്റെ പരിണിത ഫലമായി ജർമ്മനി നിരവധി ബുദ്ധിമുട്ടുകളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അതിൽ പ്രധാനമായി എടുത്തു പറയേണ്ടത് ഊർജ്ജ പ്രതിസന്ധി തന്നെയാണ്. ജർമ്മനി അതിന്റെ വ്യവസായങ്ങൾക്കും വീടുകൾക്കും ശക്തി പകരാനൊക്കെ റഷ്യൻ ഊർജ്ജത്തെ, പ്രത്യേകിച്ച് പ്രകൃതിവാതകത്തെയും എണ്ണയെയും വളരെയധികം ആശ്രയിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഏറ്റവും കൂടുതൽ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ എണ്ണ കൊടുക്കുന്ന രാജ്യം റഷ്യ തന്നെയായിരുന്നു ജർമ്മനിക്ക്.
യുദ്ധത്തിന് മുൻപ് ജർമ്മനിയുടെ പ്രകൃതിവാതകത്തിന്റെ 35% റഷ്യയായിരുന്നു വിതരണം ചെയ്തുകൊണ്ടിരുന്നത്. ഉക്രൈനിലെ റഷ്യ നടത്തിയ അധിനിവേശത്തോടെ റഷ്യയ്ക്ക് മേൽ പാശ്ചാത്യ ഉപരോധം ഏർപ്പെടുത്തുകയും തുടർന്നുള്ള റഷ്യൻ ഊർജ്ജ വിതരണം നിർത്തിവെക്കുകയും കുറയ്ക്കുകയും ചെയ്യുകയായിരുന്നു ജർമ്മനി. ഇതോടെ ഗുരുതരമായ ഊർജ്ജ പ്രതിസന്ധിയാണ് ജർമ്മനി അഭിമുഖീകരിക്കേണ്ടി വന്നത്. അടുത്തത് വില വർധനവും പണപ്പെരുപ്പവുമാണ്. ഗ്യാസ് വിതരണത്തിലെ തടസ്സം യൂറോപ്പിലുടനീളം ഊർജ്ജ വിലയിൽ കുത്തനെയുള്ള വർധനവിന് കാരണമായിട്ടുണ്ട്. യൂറോപ്പിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥ എന്ന നിലയിൽ ജർമ്മനിയെ വർദ്ധിച്ചു വരുന്ന ഊർജ്ജ ചെലവ് ഗണ്യമായി സ്വാധീനിക്കുകയും ചെയ്തു. ഇത് പണപ്പെരുപ്പത്തിനും സാമ്പത്തിക അനിശ്ചിതത്വത്തിനും കാരണമായി. മൂന്നാമത്തത് ബദൽ ഊർജ്ജത്തിലേക്കുള്ള ഒരു മാറ്റമാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഖത്തർ, നോർവേ തുടങ്ങിയ ബദൽ വിതരണക്കാരെ തേടുന്നതുൾപ്പെടെ ഊർജ്ജ സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ ജർമ്മനി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നീട്. ഇത് പരിവർത്തന പ്രക്രിയയിലെ കേടുപാടുകൾ തുറന്നു കാട്ടിയെങ്കിലും പുനരുപയോഗ ഊർജ്ജത്തിനായുള്ള ജർമ്മനിയുടെ മുന്നേറ്റത്തെ വേഗത്തിലാക്കിയെന്ന് പറയാതെ വയ്യ. ഇനി സാമ്പത്തിക ആഘാതം എങ്ങനെയാണ് അവിടെ ഉണ്ടാക്കിയതെന്നാണ് പറയുന്നത്. ആദ്യത്തേതായിട്ട് വ്യാപാരം തടസ്സപ്പെട്ടു എന്നത് തന്നെയാണ്. ഒരു രാജ്യത്തിന്റെ വലിയൊരു സാമ്പത്തിക സ്രോതസ്സാണ് വ്യാപാരത്തിലൂടെയുള്ള പണം എന്ന് പറയുന്നത്. അതാണ് ഇവിടെ തടസ്സപ്പെട്ടത്. റഷ്യയുമായുള്ള ഒരു പ്രധാന വ്യാപാര പങ്കാളി എന്ന നിലയിൽ കയറ്റുമതിയിലും ഇറക്കുമതിയിലും പ്രത്യേകിച്ച് യന്ത്രങ്ങള്, രാസവസ്തുക്കൾ, ലോഹങ്ങൾ തുടങ്ങിയ മേഖലയിൽ ജർമ്മനി തടസ്സങ്ങൾ നേരിട്ടിട്ടുണ്ട്. റഷ്യൻ വിതരണക്കാരുമായി അടുത്ത ബന്ധമുള്ള ഓട്ടോമോട്ടീവ്, മാനുഫാക്ചറിംഗ് തുടങ്ങിയ ജർമ്മനിയിലെ ചില പ്രധാന വ്യവസായങ്ങൾ നിർണായക വസ്തുക്കളും ഭാഗങ്ങളും കണ്ടെത്തുന്നതിൽ ബുദ്ധിമുട്ടുകൾ നേരിട്ടു. ഇനി പണപ്പെരുപ്പമാണ് പറയുന്നത്. ഊർജ്ജ പ്രതിസന്ധിയും വ്യാപാരത്തിലുണ്ടായ തടസ്സങ്ങളും വിലക്കയറ്റത്തിന് കാരണമായി എന്ന് പറഞ്ഞല്ലോ. പണപ്പെരുപ്പ നിരക്ക് ദശാബ്ദങ്ങളിലെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് ജർമ്മനിയിൽ എത്തപ്പെട്ടു. ഇത് ജർമ്മൻ കുടുംബങ്ങളിലും ബിസിനസ്സുകളിലും സമ്മർദ്ദം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതാണ് സത്യം. ഇനി സാമ്പത്തിക മാന്ദ്യമാണ്. ആഗോള വിപണികളിലെ യുദ്ധത്തിന്റെ ആഘാതം വിശാലമായ ജർമ്മൻ സമ്പദ് വ്യവസ്ഥയുടെ മാന്ദ്യത്തിനും കാരണമായിട്ടുണ്ട്. അതിന് മുൻപ് തന്നെ COVID-19 വന്നതോടുകൂടി വലിയ പ്രശ്നങ്ങൾ ജർമ്മനിയിൽ ഉണ്ടായിട്ടുണ്ട്. ഇതുകൂടി വന്നപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ വഷളായി എന്ന് വേണം പറയാൻ. ജർമ്മനിയുടെ സാമ്പത്തിക വൈദഗ്ധ്യം, കെമിക്കൽസ്, ഓട്ടോമോട്ടീവ്, ഹെവി നിർമ്മാണം തുടങ്ങിയ വ്യവസായങ്ങൾ വേരൂന്നിയതാണ് എന്ന് പറഞ്ഞല്ലോ. ഇതിനൊക്കെ ഇന്ധനമായതാകട്ടെ റഷ്യൻ പ്രകൃതിവാതകമാണ്. ജർമ്മനിയുടെ വ്യാവസായിക വളർച്ചയ്ക്ക് ഇന്ധനമായ റഷ്യയുടെ ഊർജ്ജ വിതരണത്തെയാണ് ഇത് ആദ്യം തന്നെ തടസ്സപ്പെട്ടത്. നോർഡ് സ്ട്രീം, ബെർലിൻ തുടങ്ങിയ തന്ത്രപ്രധാന പൈപ്പ് ലൈനുകളുടെ റഷ്യയിൽ നിന്ന് ജർമ്മനിയിലേക്ക് ഊർജ്ജം എത്തുന്നത്. ഇത് ജർമ്മനിയിൽ വ്യാവസായിക വിപ്ലവം ഉണ്ടാക്കി. പക്ഷേ 2022 കാര്യങ്ങളൊക്കെ മാറി മറിയുകയാണ്. റഷ്യ ഉക്രൈൻ യുദ്ധം നാറ്റോ സഖ്യകക്ഷികൾക്ക് നേരെ ഉണ്ടാകുന്ന ഒരു പോർവിളി കൂടിയായിരുന്നു. റഷ്യയുടെ ഉക്രൈൻ അധിനിവേശത്തിന് മറുപടിയായി ജർമ്മനി റഷ്യയുമായുള്ള ഊർജ്ജ ബന്ധം വിച്ഛേദിച്ചു. നോർഡ് സ്ട്രീം പ്രവർത്തനങ്ങൾ അപ്പാടെ നിർത്തി. പകരം ബദൽ വിതരണങ്ങൾ കണ്ടെത്തി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എന്നാൽ അതൊക്കെ ജർമ്മനിക്ക് നല്ല പണിയാണ് നൽകിയതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഊർജ്ജ ചെലവ് കുതിച്ചുയർന്നു. ജർമ്മൻ വ്യവസായത്തെ ദുർബലപ്പെടുത്തുന്ന നിർമ്മാണ പ്രതിസന്ധിയും രാജ്യത്തിന് നേരിടേണ്ടതായി വന്നു. ഊർജ്ജ ചെലവ് ഉയർന്നതോടെ ജർമ്മനിയെ സമ്പന്നമാക്കിയ മേഖലയ്ക്ക് ആഗോളതലത്തിൽ തന്നെ പ്രതിസന്ധികൾ നേരിട്ടു തുടങ്ങി. ജർമ്മനിയുടെ വിജയത്തിന്റെ രണ്ടാമത്തെ പ്രധാന ഘടകം എന്നത് സ്വതന്ത്ര വ്യാപാരത്തിനും ആഗോള വിപണിയിലുമുള്ള ആശ്രയമായിരുന്നു. കയറ്റുമതിയിൽ ഒരു നേതാവ് എന്ന നിലയിൽ കുറഞ്ഞ വ്യാപാര തടസ്സങ്ങളുടെയും തുറന്ന വിപണികളുടെയും ലോകത്ത് ജർമ്മനി അഭിവൃദ്ധി പ്രാപിച്ചിട്ടുണ്ടായിരുന്നു. ചൈന, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഉയർന്ന നിലവാരമുള്ള സാധനങ്ങൾ, കാറുകള്, യന്ത്രങ്ങള്, രാസവസ്തുക്കൾ എന്നിവ വിൽക്കുന്നതിനെ ആശ്രയിച്ചിട്ടായിരുന്നു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച ഉണ്ടായിരുന്നത്. എന്നാൽ ഇതൊക്കെ മാറി മറിയുകയാണ് കഴിഞ്ഞ 2 വർഷത്തിനിടെ ഉണ്ടായത്. അമേരിക്കയുമായുള്ള ജർമ്മനിയുടെ വ്യാപാര ബന്ധം തീർച്ചയായും വലിയ വെല്ലുവിളികൾ നേരിടുന്ന ഒന്ന് തന്നെയാണ്. അമേരിക്കൻ നയരൂപകർത്താക്കൾ യൂറോപ്യൻ ഫ്രീ ലോഡിംഗിൽ പ്രത്യേകിച്ച് പ്രതിരോധ ചെലവിന്റെ ന്യായമായ വിഹിതം വഹിക്കാനുള്ള ജർമ്മനിയുടെ വിസമ്മതത്തെ സംശയത്തോടെയാണ് നോക്കിക്കാണുന്നത്. കയറ്റുമതി അടിസ്ഥാനമാക്കിയുള്ള ജർമ്മനിയുടെ സമ്പദ് വ്യവസ്ഥ അമേരിക്കയുടെ വിപണികളിലേക്കുള്ള പ്രവേശനത്തിൽ വളരെ കാലമായി അഭിവൃദ്ധിയിലായിരുന്നു. എന്നാൽ ഈ ക്രമീകരണം ഇപ്പോൾ ഭീഷണിയിലാണ് ഉള്ളത്. വർദ്ധിച്ചു വരുന്ന വ്യാപാര തടസ്സങ്ങളും അമേരിക്കൻ നീരസവും ജർമ്മനിയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്ന് തന്നെയാണ്. ജർമ്മനിയുടെ സമൃദ്ധിയുടെ മൂന്നാമത്തെ ഘടകം അതിന്റെ പരിമിതമായ സൈനിക ചെലവുകളായിരുന്നു. അതായത് ചെറിയ ചെലവിൽ സൈനിക കാര്യങ്ങളൊക്കെ നടന്നിരുന്ന ഒരു രാജ്യമായിരുന്നു ഈ ജർമ്മനി. ശീതയുദ്ധ കാലഘട്ടത്തിൽ അമേരിക്കൻ ആണവ കുടയാൽ സംരക്ഷിക്കപ്പെട്ട ജർമ്മനിക്ക് പ്രതിരോധത്തെക്കാൾ സാമ്പത്തിക വികസനത്തിൽ വിഭവങ്ങൾ കേന്ദ്രീകരിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അതായത് ഈ കാലഘട്ടത്തിൽ ഇവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് വ്യവസായവൽക്കരണത്തിലും അതേപോലെ തന്നെ സാമ്പത്തികപരമായിട്ട് എങ്ങനെ മുന്നോട്ട് പോകാം എന്ന കാര്യമാണ്. അതിന്റെ ഒരു ഫലമായിരുന്നു യൂറോപ്പിലെ ഏറ്റവും വലിയ ഒരു സാമ്പത്തിക ശക്തിയായിട്ട് ജർമ്മനി മാറിയ ഒരു കാര്യവും. പതിറ്റാണ്ടുകളായി ജർമ്മനിയുടെ പ്രതിരോധ ചെലവ് GDPയുടെ 2% താഴെയാണ്. ഇത് നാറ്റോയുടെ ലക്ഷ്യത്തെക്കാൾ വളരെ താഴെയാണ് കേട്ടോ. അടിസ്ഥാന സൗകര്യങ്ങൾ, സാമൂഹിക പരിപാടികൾ, വ്യാവസായിക നവീകരണം എന്നിവയിൽ വൻതോതിൽ നിക്ഷേപം നടത്താൻ ഇത് ജർമ്മനിയെ സഹായിച്ചു പോന്നിട്ടുണ്ട്. അതായത് മറ്റു രാജ്യങ്ങളൊക്കെ കൂടുതൽ പണം ഈ സൈനിക ചെലവുകളിലേക്ക് വകയിരുത്തുമ്പോൾ ജർമ്മനി കുറച്ച് വ്യത്യസ്തമായിട്ട് മറ്റു കാര്യങ്ങളിലേക്കായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. 2 വർഷമായിട്ട് ആഗോള തലത്തിലുണ്ടായ മാറ്റങ്ങൾ ജർമ്മനിയെയും സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സൈനിക ചെലവ് വർദ്ധിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് ജർമ്മനി എത്തപ്പെടുകയാണ്. ഇപ്പോൾ ജർമ്മനി ഗതി മാറ്റാൻ നിർബന്ധിതയായിരിക്കുകയാണ് എന്നാണ് പറയുന്നത്.
റഷ്യ ഉക്രൈൻ യുദ്ധം യൂറോപ്പ് അമേരിക്കൻ സൈനിക ശക്തിയെ ആശ്രയിക്കുന്നത് തുറന്നു കാട്ടിയതോടെ പ്രതിരോധ ബജറ്റ് വർദ്ധിപ്പിക്കാൻ ജർമ്മനി ഇപ്പോൾ കടുത്ത സമ്മർദ്ദമാണ് നേരിടുന്നത്. അതായത് എല്ലാം കൊണ്ടും ഇങ്ങനെ ഒരു യുദ്ധം വന്നത് ശരിക്കും ജർമ്മനിക്കാണ് പണി കിട്ടിയത് എന്ന് വേണം പറയാൻ. കാരണം റഷ്യയും ഉക്രൈനുമാണ് യുദ്ധം ചെയ്യുന്നതെങ്കിലും ഇതിന്റെ ഒരു പരിണത ഫലം അനുഭവിക്കുന്നത് ജർമ്മനിയാണെന്ന് പറയാതെ വയ്യ. കാരണം റഷ്യയുമായിട്ട് നല്ല ബന്ധം ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ് ഈ ജർമ്മനി. പക്ഷേ കാര്യങ്ങളൊക്കെ മാറി റഷ്യ ഇപ്പൊ ശത്രുപക്ഷത്തായി. അതുകൊണ്ട് തന്നെ ഇപ്പം പുടിന്റെ കോപത്തിൽ ഇപ്പം അമരുന്ന ഒരു ജർമ്മനിയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.